സിൻസ് യു മെൻഷൻ പ്രോസസ്സ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. അപ്പം അവർ കുറേ ബ്രേക്കപ്പ് സീൻസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് അത് ബ്രേക്കപ്പ് സീൻ ഉള്ളിൽ ശരിക്കും ഒരു ബ്രേക്കപ്പിനെ പറ്റി ആലോചിക്കുമോ, എന്നിട്ട് പിന്നെയാണ് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് അങ്ങനെ സ്ഥിരമായി ചെയ്യുമായിരുന്നു അത്ര. എന്നിട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സീൻ കഴിഞ്ഞിട്ട് ആ ബ്രേക്കപ്പ് ഉണ്ടാക്കിയ വേദന മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് നിർത്തിയത്. ശരിയാണത്. ഇപ്പൊ പെട്ടെന്ന് ചിരിച്ചു നിൽക്കുമ്പോൾ ഇൻസ്പിറേഷൻ എടുക്കും റിയൽ ലൈഫിൽ, പക്ഷെ പിന്നെ അത് റിയൽ ലൈഫിൽ നിന്ന് പോവില്ല, കുറെ നേരം പോവില്ല. ശരിയാണത്. ഇപ്പൊ ഞാൻ പറയാണ്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നമുക്ക് ചിരി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് വരില്ലേ, അത് നമുക്ക് അതിന്റെ ഹാങ് ഓവർ കിടക്കുകയാണ്. അതേപോലെ പെട്ടെന്ന് നമ്മൾ കരഞ്ഞിട്ട് കട്ട് നിർത്തിക്കോളാൻ പറഞ്ഞാൽ നമുക്ക് നിൽക്കൂല കരച്ചില്. അത് ഗ്ലിസറിനിട്ട് കരയുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തൂത്തങ്ങ് കളയാം. പക്ഷെ അല്ലാത്ത നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് സമയമാണ്. നമ്മൾ മാറി നിന്ന് അതിൽ നിന്നൊന്ന് റിലാക്സ്ഡ് ആയി അതിനകത്ത് നിന്ന് വെളിയിൽ വരാൻ നമുക്കൊരു സമയം വേണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഡയറക്ടർ മനസ്സിലാക്കണം ഈ ആക്ടർ പ്ലേ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഡയറക്ടറിനുണ്ടെങ്കിൽ ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയിരുത്തും. അല്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞങ്ങ് പോകും. അപ്പം നമ്മൾ പാനിക്കാവും, നെക്സ്റ്റ് ഷോട്ടോ അയ്യോ എന്ന് പറഞ്ഞ് പാനിക്കാവും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആംഗിളിൽ നിന്നായിരിക്കും ഇത് എടുത്തത്, അടുത്ത ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ഇതേ ഇമോഷണൽ ഇതേ സാധനത്തിൽ നമ്മൾ വീണ്ടും കരയണം. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതിനെ ഇങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുവാണ്. ലിറ്ററലി പശു പുല്ല് കഴിക്കുന്ന പോലെ ഇങ്ങനെ 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 ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു 5 to 10 minutes ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നത് അത് നമുക്ക് അതിനായിട്ടുള്ള സമയം എടുക്കും. അത് എല്ലാ ആക്ടേഴ്സും അങ്ങനെയല്ല കേട്ടോ, വളരെ കുറഞ്ഞ ആക്ടേഴ്സ് മാത്രമേ അങ്ങനെ ചെയ്യുന്നവരുള്ളൂ. എല്ലാ ആക്ടേഴ്സിനും ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, അങ്ങ് അഭിനയിച്ചാ പോരേന്ന് പറയും. പക്ഷെ അത് എനിക്ക് അങ്ങനെ പറ്റില്ല. അതെൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം തിയേറ്ററിൽ കാണുമ്പം 10 രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ ഓഡിയൻ അത് കയറി കാണുമ്പോൾ അയാൾക്കതൊരു കണക്ട് ചെയ്യാൻ പറ്റണ്ടേ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യണത് നന്നായി, സിനിമ എനിക്ക് അത്ര വർക്കായില്ല പക്ഷെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നെങ്കിലും ഒന്ന് പറയാനായിട്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ടൊന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിൽ ഇച്ചിരി പെയിൻ നമ്മൾ അനുഭവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ കാശ് മേടിച്ച് ചെയ്യുന്നതല്ലേ, അതിൻ്റെ ഒരു കുറച്ച് ആത്മാർത്ഥതയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. ഇറ്റ്സ് എ പ്രൊഫഷൻ, ഇറ്റ്സ് എ ഡ്യൂട്ടി. അല്ലെങ്കിൽ ഓക്കെ നമുക്ക് അങ്ങനെയാണ്. എനിക്ക് ഈ സർജറി പോലും ഞാൻ ഗോ ത്രൂ ചെയ്തത് അതുകൊണ്ടാണ്. ഞാൻ കാരണം വേറൊരു പ്രശ്നം അവിടെ ഉണ്ടാവരുത്, അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ അതിലേക്ക് ഗോ ത്രൂ ചെയ്തു പോയത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചാണ് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പറയണം ഓപ്പണായിട്ട്, എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, അത്രേ എക്സ്റ്റെൻഡിലേക്ക് പോകണ്ടെങ്കിലും കുറച്ചെങ്കിലും പറയണം എന്ന് പഠിച്ചത് ഞാൻ ഇതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വൺസ് നമ്മളൊരു നെയിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ആളുകളുടെയും അവർ കൊണ്ട് പറയുന്ന മുഖത്ത് കാണിക്കുന്ന ഉദ്ദേശങ്ങൾ തന്നെ ആയിരിക്കില്ല അവർക്ക് നമ്മളോട് ഉണ്ടാവുക. അതിനിപ്പോൾ എക്സ്പ്ലോറേറ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കണം എന്നില്ല. നമ്മളോട് കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ആ നേരത്തേക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഈ കരുതൽ ആ നേരത്തേക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടതാണ്. ഇപ്പോൾ ആളുകൾ ഒരു മനുഷ്യനെ ഇത്ര വരെ ഇറക്കുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ അവർക്ക് പേടിയാണെന്ന്. ഭയങ്കര നല്ല മെറ്റഫർ അത്. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടോ ഇപ്പോൾ മനുഷ്യന്മാരെ? പണ്ടോട്ടേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലോസ് സർക്കിളാണുള്ളത്. എനിക്ക് സർക്കിൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എൻ്റെ സർക്കിൾ ഞാൻ വരച്ചു തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പോലും ആയിട്ടില്ല. എന്നാലല്ലേ അതിനകത്ത് ആരെങ്കിലും കയറ്റാൻ പറ്റുള്ളൂ. എനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് ട്രസ്റ്റ് ഇഷ്യൂ. സ്കൂൾ ലൈഫ് എൻ്റെ ഭയങ്കര നല്ല അടിപൊളി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സുഹൃത്തിനെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ ആ സുഹൃത്തിനെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നറിയില്ല, അവരുമായിട്ട് എങ്ങനെ സ്റ്റിൽ കോണ്ടാക്റ്റിൽ നിൽക്കണം എന്നറിയില്ല, മറ്റുള്ളവരെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. എൻ്റെ മനസ്സിൽ കൂടെ പോകണം, ഞാൻ വിളിച്ചാൽ അവരിപ്പോൾ തിരക്കിലായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നത് അവർക്കിപ്പം ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ശരിയാണോ വേണോ വേണ്ടേ, അങ്ങനെ ഒരു 10,000 വട്ടം ഞാൻ ആലോചിക്കും. എനിക്കൊരു കോള് വന്നാലും ഞാൻ അതേപോലെ ആലോചിക്കും, ഇവരെന്തിനാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്, ഞാനിപ്പോൾ എന്താ സംസാരിക്കും ഇവരോട്, എനിക്കൊന്നും പറയാനില്ലല്ലോ, അയ്യോ ഞാൻ അന്ന് വിളിച്ചപ്പോഴത്തേക്ക് എടുത്തില്ലല്ലോ, അയ്യോ ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പോകണം. ചിലപ്പോൾ അവരൊന്നും അത് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെയാണ്. എന്നെ ജഡ്ജ് ചെയ്യാത്ത കുറച്ച് ആൾക്കാർ മാത്രമേ. ഞാൻ അതുകൊണ്ട് ഒരാളുമായിട്ട് ഫസ്റ്റ് സംസാരിക്കുമ്പോഴും ഒരു സൗഹൃദത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഞാൻ ആദ്യം പറയും, ഞാൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഞാൻ വർഷങ്ങളോളം വിളിച്ചെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ എന്നെ കാണുമ്പം അതേപോലെ തന്നെയായിരിക്കും ഞാൻ. എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല, അതേ മെമ്മറി എൻ്റെ മൈൻഡിലുണ്ടാവും.
പക്ഷെ ഞാൻ വിളിക്കുമെന്നും മെസ്സേജ് ചെയ്യുമെന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതെന്ന് പറയും. ആദ്യമേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ തോന്നും. എനിക്കുള്ള സുഹൃത്തുക്കളും അങ്ങനെ തന്നെയാണ്. വിരലിൽ എണ്ണാൻ പോലും ഇല്ലാത്ത സുഹൃത്തുക്കളെ എനിക്കുള്ളൂ. പക്ഷേ ദേ നോ മീ വെരി വെൽ. അതൊരു എൻ്റെ ഒരു നെഗറ്റീവായിട്ട് തന്നെ ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പ്രൊഫഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വിഷ്ണു, ഞാൻ എങ്ങനെ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. പ്രൊഫഷണൽ എനിക്കിപ്പോഴും അറിയാം ആക്ടേഴ്സ് പടത്തിന് റോള് കിട്ടാൻ, ഐ മീൻ അങ്ങനെയല്ല, അവർക്ക് അതൊരു കൈൻഡ് ഓഫ് ജസ്റ്ററാണ്. എപ്പോഴും ഞാനിവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡയറക്ടേഴ്സിന് ഗുഡ് മോർണിംഗ് എന്ന സ്ഥിരമായി അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, ബർത്ത്ഡേ അയക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. കാൺ ഡു ദാറ്റ്. അയ്യോ, അതെനിക്ക് ഞാൻ ആകെ ചെയ്തേക്കണത്, ഞാൻ സർജറിക്ക് പോയ സമയത്ത് റാം സാറിനെ വിളിച്ചു, മമ്മൂക്കേനെയും വിളിച്ചു. അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കുന്നത് ആകെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് നമ്മൾ ചെയ്ത ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വിളിക്കുമല്ലോ. അപ്പം അതിലൊരു തവണ നാഗേന്ദ്രൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഹലോ ഞാൻ ദിലീപാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആവാൻ വഴിയില്ല, ഒരിക്കലും വഴിയില്ല. അപ്പം ഹലോ ആരാണ്? അപ്പം വീണ്ടും ആ ശബ്ദം നമ്മൾ ഒന്നുകൂടെ കേൾക്കുമല്ലോ, ദിലീപേട്ടൻ്റെ ശബ്ദം തന്നെ. ഞാൻ റെക്കഗ്നൈസ് ചെയ്തു, പണി പാളി. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊടുത്തേക്കണത് അവരിതല്ല. പിന്നെ എൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സൈലൻ്റ് ആവും. സൈലൻ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നല്ല എക്സ്പ്രഷൻ വരുന്നുണ്ട്, പക്ഷെ അപ്പുറത്തേക്കുന്ന ആൾക്ക് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ വോയിസിൽ അത് വരണമല്ലോ. ഞാൻ ആ ചേട്ടാ പറയൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം, എൻ്റെ ഫേസ് കാണാതെ ആ ചേട്ടാ പറയൂ. മനസ്സിലായി? എൻ്റെ ഫേസ് ഇങ്ങനെ ചേട്ടാ പറയൂ, ഇതാണ് എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് പറയും, നീ പറയും, നീ അഭിനയിക്കുന്ന പോലെ തന്നെ നീ വിചാരിക്കില്ലേ, നീ നിന്റെ സൗണ്ടിൽ കുറച്ച് എക്സ്പ്രഷൻ ഇടുക, എന്നാലും അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുള്ളൂ നീ എന്താ ഉദ്ദേശിക്കണമെന്ന്. അവസാനം ദിലീപേട്ടൻ ഇങ്ങനെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ദിലീപേട്ടനോട് സംസാരിച്ചത് കറക്റ്റായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ വിളിച്ചതിൽ ഒരു ചിലപ്പോൾ കുറ്റബോധം തോന്നി കാണുമോ എന്നുള്ള രീതിയിൽ. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദിലീപേട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് ഞാൻ എൻ്റെ മെസ്സേജുകളും അങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുമ്പം നോ എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മെസ്സേജിന്. പക്ഷേ അത് ഞാൻ വോയിസ് നോട്ടായിട്ട് അയക്കുമ്പോഴത്തേക്കും, കാരണം ഇവർ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളൊരു റിപ്ലൈ എക്സ്പെക്ട് ചെയ്യുമല്ലോ, അത് വരാണ്ടാകുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെ അയച്ചേക്കണം, ഞാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയുമ്പോൾ അവർ പറയും അന്ന് അത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുമെന്ന് പറയും. ലിറ്ററലി നമ്മൾ മെസ്സേജ് അയക്കുമ്പം ഞാനിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് എന്നാണ് അയക്കുന്നത്. അത് വോയിസ് നോട്ട് അയക്കുമ്പോൾ നമ്മൾ ഞാനിന്ന് വരുന്നില്ല. സി അതിന് അത്ര ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും എടാ എനിക്കിന്ന് വരാൻ പറ്റില്ലടാ, എനിക്കിന്ന് കൈ വേദനയാണ്, അത്രയും ഡിഫറൻസ് നമ്മുടെ മെസ്സേജ് ത്രൂ വോയിസ് നോട്ട് പിന്നെ കോളിലുണ്ട്. ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിത് മൂന്നും ചെയ്യുമ്പോഴും പ്രശ്നമാണ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, ആസിഫ്ക്കൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ആ ഒരു ഏരിയയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, ബട്ട് സ്റ്റിൽ പോകാൻ പറ്റില്ല. അത് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ടാണ്. അതൊരു സ്റ്റാർട്ടപ്പിൽ നിൽക്കണ ആൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആക്ടർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെയൊക്കെയോ അറിയാതെ വന്ന് വീണ് പോയൊരു കുഴിയത്, അതിൽ നിന്ന് പുറത്ത് ചാടാൻ ബൈ പ്രൊഫഷണി നമുക്ക് പറ്റില്ല, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. എനിക്കൊരു ബഞ്ച് ഓഫ് സെറ്റ് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ ഞാനത് മറന്നു. ആ ഒരു ടൈമിൽ മാത്രമേ എനിക്കത് ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സമയം അതെൻ്റെ കൂടെ ഉണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വസ്ത്രങ്ങളോടുള്ള ഇൻസെക്യൂരിറ്റി എപ്പോഴാണ് മാറിയത്? ഇപ്പോൾ ഐ എം കംഫർട്ടബിൾ. എനിക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുന്നുണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻറ്റൽ മൈൻഡ് സെറ്റ് ആൾക്കാരിലുണ്ടെന്ന് ഫീൽ ചെയ്ത സമയം തൊട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൂടെ ഉള്ളവരും അത് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി എന്താ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഒരു സമയത്ത് തോന്നും നമ്മൾ ഒരു ഭാരമാണോ, അല്ലെങ്കിൽ നമ്മളെ കാണുന്നത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണോ, ഞാൻ അത്രയും മോശമാണോ, എന്നെ കാണാൻ അത്രയും പ്രശ്നമുണ്ടോ, എന്നെ കാണുന്ന ആൾക്കാർക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു ശരിക്കും, സീരിയസ്ലി. കാരണം എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. എല്ലാവർക്കും അവരായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ വേറൊരാൾ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കേ സുന്ദരിയാണ് ഇല്ല, സുന്ദരി എന്നുള്ളൊരു ഇതല്ല വിഷ്ണു ഞാൻ ഉദ്ദേശിക്കുന്നത്. ലിറ്ററലി പറയുവാണെങ്കിൽ വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര തടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അതിനെ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ സെൽഫ് കെയർ ഉപരി എൻ്റെ ഹെൽത്തിനെ ഞാൻ
എല്ലാത്തിനേക്കാളും മുമ്പിൽ ഞാൻ വെക്കുന്ന പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എത്തി. അതിൻ്റെ റിസൾട്ട്സും എനിക്കിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഓക്കെ എനിക്കിത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും നീ അത് മേടിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പോയി മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ശരിയാണ്, ഈ പ്രൊഫഷനിൽ നമ്മൾ നിൽക്കുമ്പം ആസ് ആൻ ആക്ടർ നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, നമ്മുടെ സ്കിൻ അടിപൊളി ആയിരിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നോ എന്നെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്നൊക്കെ. പക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മലയാളം മാറി മറ്റൊരു മേഖല ഒരു ലാംഗ്വേജിലേക്ക് പോകുമ്പോഴാണ് ഈശ്വര ഇവിടെ ഇത്രയും ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം അതിൽ വെച്ച് നോക്കുമ്പോൾ മലയാളമൊക്കെ തോന്നും ഭയങ്കരമായിട്ട്. സെൽഫ് റിയലൈസേഷൻ ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഉണ്ട് അത്. സങ്കടം തോന്നുന്ന സെൽഫ് റിയലൈസേഷൻ എന്താ? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ല. എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലിപ്പലകയുടെയും താഴെ പോകുമ്പോഴേ എനിക്ക് ദേഷ്യം വരുള്ളൂ. ദേഷ്യം വരുന്ന ഒരാളെ അല്ല. എൻ്റെ സ്ഥായി ഭാവം ഒരു സ്ട്രിക്റ്റ് ഫേസ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. ക്ഷമിച്ച് എനിക്ക് നമ്മൾ ഈ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വരുമ്പോഴേ എനിക്ക് ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഒരാളോട് ഒരു കാര്യമൊക്കെ അറിയില്ലെങ്കിൽ നന്നായിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ ടീച്ചർ വർക്കാവും. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്താൽ പഠിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തൂലേ, അപ്പോഴത്തേക്കാണ് നമ്മൾ വടി എടുക്കണേ പറ്റി ആലോചിക്കണേ. എന്നിട്ട് ഞാനിരിക്കും, എന്നിട്ട് ഞാൻ വടി എടുക്കുവേ എന്നുള്ള രീതിയിൽ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പോയി വടി ഒടിച്ചാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അന്നേരമാണ് എനിക്ക് കയ്യിൽ നിന്ന് പോകുന്നത്. അന്നേരമാണ് അപ്പം എന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഓർത്ത് ഇമ്മീഡിയറ്റ് റിഗ്രറ്റ് വരും. ഞാൻ ഇമ്മീഡിയറ്റ് കരയും. അവരുടെ മുമ്പിൽ നിന്നല്ലെന്ന് മാത്രമേ ഉള്ളൂ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എൻ്റെ എനർജി ഞാൻ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ പോസിറ്റീവ് തിങ്സ്. എനിക്ക് നെഗറ്റീവായിട്ട് എൻ്റെ എനർജി യൂസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നെഗറ്റീവായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് അപ്പം സ്കൂട്ടാവും. എനിക്ക് പറ്റില്ല ആ സ്ഥലത്ത് നിൽക്കാനായിട്ട്. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് ഉമിനീരിറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് തണുക്കും. എൻ്റെ കൈ പിടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും. അത്രയും പ്രശ്നമുണ്ട് എനിക്ക് ആ ഒരു സ്പേസിൽ നിൽക്കാൻ. എസ്പെഷ്യലി നമ്മൾ ചില സെറ്റിലൊക്കെ ഡയറക്ടർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അവർ മറ്റ് ആക്ടേഴ്സിനെയൊക്കെ വഴക്ക് പറഞ്ഞ് കാണുമ്പോൾ ഞാനിങ്ങനെ നിന്ന് വിറച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മാറും. ഞാൻ ചിലപ്പോൾ ആ സെറ്റിൽ വേണ്ടതായിരിക്കും, ആ മൊമെൻറ്റിൽ വേണ്ടതായിരിക്കും. ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് അയാൾ അല്ലെ ആ ഡയറക്ടർ ഓക്കെ ആയോ മറ്റേ ആക്ടർ ഓക്കെ ആയോ എന്നറിഞ്ഞാലേ ഞാൻ വരുള്ളൂ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഡയറക്ടർ വിളിക്കും, എവിടെ ഗ്രേസ് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കപ്പോൾ ടെൻഷനാവും. കാരണം അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ അഭിനയിക്കും ഇല്ലേ? അങ്ങനത്തെ സെറ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ ആ വഴക്ക് കേൾക്കേണ്ടി വന്ന ഒരു ആക്ടറിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് നിൽക്കുമ്പോഴേ ഉള്ള അവസ്ഥ ഇതാണെങ്കിൽ അപ്പം എൻ്റെ ഏറ്റവും വലിയ ചിന്ത പോണത് ഒരു രീതിയിലും വഴക്ക് കേൾക്കരുത്. തെറ്റ് ഇന്നേ വരെ ടച്ച് വുഡ് എനിക്ക് അങ്ങനെ വഴക്ക് കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത് ഇത്രയും ഞാൻ പ്രഷർ എടുത്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ്സ് പഠിച്ച് പ്രോപ്പർട്ടി പഠിച്ച് സ്ഥലം പഠിച്ച് നിൽക്കേണ്ടതെല്ലാം പഠിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ചെല്ലുക, ഓക്കെ എല്ലാവരും കൊണ്ട് നോക്കാൻ അസിസ്റ്റൻസ് ഉണ്ട്, മേക്കപ്പ് അവിടെ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ഒരു 4-5 ചീത്ത കേൾക്കേണ്ടി വരും. പക്ഷേ അവരുടെയും കൂടെ പണി നമ്മൾ എടുത്താലേ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എല്ലാം റെഡി ആക്കിക്കൊണ്ട് അവിടെ വന്നിട്ട് പിടിക്കാനും നിൽക്കരുത്. അല്ലെങ്കിൽ വന്ന് കറക്റ്റ് കണ്ടിന്യൂറ്റി നോക്കിക്കോളാം. കണ്ടിന്യൂ ചേട്ടൻ എവിടെയാ, ചേട്ടാ എൻ്റെ കണ്ടിന്യൂറ്റി ഏതാ എന്ന് ആദ്യമേ പോയി നിൽക്കണേ മുന്നേ പോയി നോക്കിയാലേ കാര്യമുള്ളൂ. അവിടെ വന്ന് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഡയറക്ടർ കാണുന്ന എന്താ ഒന്ന് വലിയ കാര്യമായിട്ട് നോക്കുന്നു. സോ അപ്പോഴും സമയം പോവുക. അതിന് മുമ്പ് ഒത്തിരി സമയം നമുക്കുണ്ടല്ലോ. ആ സമയത്തെല്ലാം പ്രിപ്പയർ ആയി പോയി നിൽക്കുമ്പം വഴക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഒഴിവാക്കാം. അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ ബൈ ക്യാരക്ടർ, ബൈ ബിഹേവിയർ, ബൈ നേച്ചർ നല്ല ഉത്തരവാദിത്വമുള്ള ഒരാളാണോ ഗ്രേസ്? അത് കൂടിപ്പോയി എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നി ഭയങ്കര ഉത്തരവാദിത്വം. അതുകൊണ്ട് എൻ്റെ പ്രശ്നം നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലെ എൻജോയ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നാലും എൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ ഇച്ചിരി തല്ലുകൊള്ളി ഞാനാണ്. അതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ ഹാപ്പി ആക്കി വെക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ആ ഉത്തരവാദിത്തം ഫാമിലിയെ നോക്കണം അങ്ങനത്തെ ഒരു സാധനം തലയിലുള്ളത് കൊണ്ട് എനിക്ക് പലതിനും സമയവും. എപ്പോഴും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും ഒന്ന് ബ്രേക്ക് കിട്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പടപടേന്ന് പോണ പരിപാടിയില്ലേ, അതെനിക്ക് പറ്റില്ല. അത് റെസ്റ്റ്ലെസ് ആയിട്ട് ഓടണത് എനിക്ക് പറ്റില്ല. അപ്പോഴും എൻ്റെ ബ്രെയിനിനും മൈൻഡിനും ബോഡിക്കും ഈ സാധനം വരും, മരവിക്കും. ഞാൻ മരവിച്ചിട്ട് എനിക്ക് വിഷ്ണു പറയണത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ പോലും എനിക്ക് ഉണ്ടാവും. ഞാൻ ഇവിടെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഞാൻ ഔട്ടായിരിക്കും. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ മറുപടി തരുന്നത് ഒരു സെക്കൻഡ് ലേറ്റ് ആണെങ്കിലും ഞാൻ തരും, പക്ഷെ ഞാൻ ഔട്ടാണ്.
ഇപ്പം ഞാൻ ഔട്ടായി ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കണേ. ഫുൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇവിടെ പോഡ്കാസ്റ്റ് വരുമ്പോൾ ഞാൻ ഓക്കെയാണ്. കാരണം എനിക്കറിയാം നല്ല ചോദ്യങ്ങളായിരിക്കും കൃഷ്ണ ചോദിക്കുക. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആങ്കർ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് എനിക്ക് അറിയാം ഈ ഒരു സമയം ഭയങ്കര ക്വാളിറ്റി ടൈം ആയിരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരിക്കും. പുറത്ത് കുറേ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ മനോജ് ബാജ്പേയിനെ എടുക്കാം. അപ്പോൾ പുള്ളി ആക്ടറൊക്കെ ആവണേക്കെ മുമ്പ് സത്യമൊക്കെ ചെയ്യണൊക്കെ തൊട്ട് മുമ്പ് ആൾക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആള് ചായ കുടിക്കാൻ പോകുന്ന ചായക്കടയിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പേപ്പർ എടുക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഭയങ്കര രസമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിയർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാവും. ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ളം കയറി അവിടുത്തെ കോൺസ്റ്റബിളായിട്ട് ഒളിച്ചോടി, അങ്ങനത്തെ രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടാവുമല്ലോ. പുള്ളി അത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് പുള്ളി ആ കള്ളനാണെന്ന് വിചാരിക്കും. എന്നിട്ട് ആ ദിവസം ഫുള്ള് ആ കള്ളനായിട്ട് ജീവിക്കും പുള്ളി. എങ്ങനെയായിരിക്കും ആ കള്ളൻ? അപ്പം പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ, പോലീസുകാരനെ ഇമ്പ്രസ് ചെയ്യണേ. ആ കള്ളനായിട്ട് പുള്ളി ഒരു ദിവസം അങ്ങ് ജീവിക്കും. പിന്നെ അടുത്ത ദിവസം പുള്ളി പത്രം വായിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. ഇത് പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പല വെറൈറ്റി ഓഫ് റോൾസ് ചെയ്യാനെന്ന്. ഗ്രേസിന് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞു തരുമോ, എക്സസൈസ് അങ്ങനെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടോ? അത് കേൾക്കുമ്പോൾ എൻ്റെ ലൈഫായിട്ട് ഭയങ്കര കണക്ട് ആവുന്നു എനിക്ക്. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടോ, ഇമാജിനറി വേൾഡിലാണോ എന്നൊക്കെ. എനിക്ക് സ്വപ്നം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സ്വപ്നം കാണും. കാരണം അതിനൊരു കാശ് കൊടുക്കണ്ട ആരുടെ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് സ്വപ്നം. അതുപോലെ തന്നെയാണ് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ലൈഫിൽ സ്ട്രെസ്ഡ് ആവുമല്ലോ. നമുക്ക് എന്തെങ്കിലും കാണിച്ച് ലൈഫ് എവിടെയെങ്കിലും ഒന്ന് കരപറ്റിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നതായിരുന്നു, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. വാട്ട് എവർ ഹാപ്പൻ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് മാനിഫെസ്റ്റേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. ബട്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ്. വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊഫഷണലി സംഭവിച്ചാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഞാൻ ആ ചിരി എൻ്റെ ഫേസിൽ നിന്ന് മാറുമ്പോൾ ഞാനത് പിന്നെയും ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഡൗൺ ആയിട്ടിരുന്നിട്ടുള്ള മൊമെൻറ്റ്സ് വളരെ കുറവാണ്. സ്റ്റിൽ ആ മൊമെൻറ്റിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ് മൊമെൻറ്റ് വിത്ത് പ്രൈഡ്. അതായത് അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല. എൻ്റെ മിസ്റ്റേക്സും എൻ്റെ നല്ല കാര്യങ്ങളും ഞാൻ ഓൺ ചെയ്യുവാണ്. അത് എന്നെപ്പോലെ വിഷ്ണുവിന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെപ്പോലെ മണ്ടൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വിഷ്ണുവിനെ പോലെ വിഷ്ണു മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ഓൺ ചെയ്യുക. എങ്ങനെയാ പടങ്ങളൊക്കെ കാണുന്നത്? അതിൻ്റെ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് കാണാനുള്ള, ഞാൻ പറഞ്ഞത് അഭിനയിക്കാനുള്ള ചോയ്സ് അല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു പടം വന്നു, ഇപ്പോൾ അഡോളസൻസ് എന്നുള്ളൊരു വെബ് സീരീസ് ഭയങ്കര ഹിറ്റാവുന്നു, അപ്പോൾ അത് കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവോ? എങ്ങനെയാ ഒരു വാച്ച് ലിസ്റ്റ് എങ്ങനെയാ? നൈസ് ക്വസ്റ്റ്യൻ. മൈ ഗോഡ്. അങ്ങനെ ഭയങ്കര അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ സ്പോട്ടിൽ കാണില്ല. ഞാൻ കാണില്ല അത്. ഇപ്പം ഒരു എൻ്റെ പടമാണെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസത്തെ റെസ്പോൺസ് ഞാൻ എടുക്കില്ല. ബിസിനസ്. സോ ഞാനത് അതുകൊണ്ട് ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ റിയൽ റെസ്പോൺസ് എടുക്കുള്ളൂ. പറന്നുപോകും. ഞാനങ്ങനെ പറന്നുപോകും. എനിക്ക് അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര എന്താ പറയുക, മലയാളം പോലെ അല്ലാത്തൊരു പരിപാടിയായിരിക്കും. പക്ഷെ അത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ഐ ടു ഐ കാണുവാണ്, ഡയറക്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് കാണുവാണ്. അപ്പോൾ റാം സാർ എന്നോട് ആദ്യം പറഞ്ഞു, ഗ്രേസ് നമുക്ക് അറിയത്തില്ല, നമുക്ക് റെസ്പോൺസ് വളരെ കുറച്ചേ കയറുന്നുള്ളൂ, നമുക്ക് തിയേറ്റർ വിസിറ്റ് ഒക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം റാം സാറും ശിവസാറും കൂടെയൊക്കെയാണ് പോയത്. അത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറയുകയാണ്, എനിക്കിത് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് தெரியாது ഗ്രേസ്, അவ்வளோ റെസ്പോൺസാണ് കിടക്കിയത്. സാറിൻ്റെ കരിയറിലും ഇതുപോലത്തെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു, എന്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു റിവ്യൂവും കണ്ട് ഞാൻ പടം കാണാൻ പോകാറില്ല. എൻ്റെ ആണെങ്കിലും ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ ആ മോശം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഓൺലി വി ക്യാൻ ഇംപ്രൂവ്, അല്ലേ? നമുക്കല്ലാതെ നമുക്ക് ഞാനൊരു നടിയാണ്, എൻ്റെ എല്ലാ പടവും എല്ലാവരും കാണണം, എല്ലാം ഭയങ്കര ഹിറ്റ് ആവണം, പോയി കണ്ടേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ സമയവും കളഞ്ഞ് ഞാൻ പറയാം, എല്ലാവർക്കും അവരുടെ സമയം വാല്യുബിൾ ആണ്. അത് മുടക്കി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണമെങ്കിൽ ദാറ്റ്സ് ഇസ് റൈറ്റ്. അത് വിറ്റ് കാശാക്കുന്നത് വേറെ കാര്യം, ഓക്കെ. പക്ഷേ എപ്പോഴും ഞാൻ സമയമെടുത്ത് ഒരു സിനിമയാണെങ്കിലും, ഇപ്പോൾ OTT യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും റിലീസായി കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നും ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് അങ്ങ് ചോദിക്കത്തില്ല. ഞാൻ തന്നെ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കും, അത്രേ ഉള്ളൂ. ഈ അടുത്ത് കണ്ടിട്ട് ബ്ലോൺ ആയ ഒരു പടം ഏതാ?
ഈ അടുത്ത് കണ്ടതിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. വൃത്തിയുടെ നല്ലതാണ് ആക്ച്വലി. എനിക്ക് ഞാൻ കാണുന്നതെല്ലാം ഞാൻ IMDb മാർക്ക് ചെയ്ത് വെക്കും. കാരണം എനിക്ക് പേരുകൾ ഓർത്തിരിക്കില്ല. ഞാൻ വലിയൊരു അസുഖക്കാരിയാണ്. എനിക്ക് നമ്പേഴ്സ്, പേര്, അതൊക്കെ ഇപ്പൊ വിഷ്ണുവിന്റെ പേര് ഞാൻ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വിഷ്ണു എന്ന് എഴുതണം. കൈകൊണ്ട് ഇങ്ങനെ എഴുതിയാലേ എനിക്ക് വിഷ്ണുവിന്റെ പേര് വിഷ്ണു എന്ന് ബ്രെയിനിൽ ഫീഡ് ആവുള്ളൂ. അല്ലാതെ വിഷ്ണു ഹായ് വിഷ്ണു ഓക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ പേരെന്തായിരുന്നു എന്ന് അങ്ങനത്തെ പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ആ സിനിമ ഞാൻ IMDb നോട്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ വിഷ്ണു മനസ്സിലായില്ലെങ്കിലോ അവിടെ അവസാനം ഞാൻ പറയാം. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ അവസാനം ഞാൻ പറയാം. പക്ഷേ മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഈസ് ദ മിറാക്കിൾ. The Miracle, the Musis, no, real name. Turkish. Yeah, that is the best movie that I ever seen. ലൈഫിൽ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി. യെസ്. ഫ്യൂച്ചർ എങ്ങനെയാ? ഫ്യൂച്ചർ ഗോൾസ്, ഫ്യൂച്ചർ ഡ്രീം? ഇപ്പം സ്വപ്നത്തിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ ലൈഫ് മുന്നോട്ട് നാളെ എന്താണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യുമ്പോൾ ടെൻഷനാവും എനിക്ക് അത് നടന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇന്നെ പോവാം, അങ്ങനെ പോവാം, അവർ വരില്ല എന്ന് പറഞ്ഞാൽ അയ്യോ വരില്ലേ, അങ്ങനെ എനിക്ക് ടെൻഷനാവും, അല്ലെങ്കിൽ സങ്കടം വരും. അപ്പം അതുകൊണ്ട് ഗോ വിത്ത് ഫ്ലോ. എന്താണോ സംഭവിക്കുന്നത് അങ്ങനെ പോവാ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ട്രാഫിക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. ട്രാഫിക് കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്കറിയാം ഈ കുറച്ച് കഴിയുമ്പോൾ ട്രാഫിക്ക് മാറുമെന്ന്. ഞാൻ എന്തിനിപ്പോൾ അത് പറഞ്ഞേ? എടോ ഞാൻ ഔട്ടായി തുടങ്ങിയടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതം വളരെ സമാധാനമായിട്ട് എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇന്നർ പീസ് വേണം. ഇന്നർ വേണം, അത് വേറെ കാര്യം. സമാധാനം മുഖ്യം ബിഗിലേ. എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ ദിവസം പോക്കാം, തൊട്ടടുത്ത ദിവസം പോക്കാം. അപ്പം അതുകൊണ്ട് വാട്ട് എവർ ഹാപ്പൻ, ഷൂട്ട് എത്ര ഷെഡ്യൂൾ എത്ര ടഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രശ്നങ്ങളുണ്ടായാലും രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം മാറ്റിയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അതെനിക്ക് മുഖ്യമാണ്. അതുകൊണ്ട് ഡ്രീം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. അതായിരിക്കും എൻ്റെ അൾട്ടിമേറ്റ്. മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടില്ല. അത് ഫാമിലിയിൽ ആരുടെ ആണെങ്കിലും, ഇപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടൊന്നും ഇടപെടാം, അപ്പോൾ ഞാൻ ഇൻവോൾവ് ആവും. അതുവരേക്കും ഞാൻ സൈലൻ്റ് ആയിരിക്കും. നിനക്കെന്താ അഭിപ്രായം എന്ന് ചോദിച്ചാലേ ഞാനത് പറയുള്ളൂ. അതെനിക്ക് സമാധാനം തരുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ അവർ പറയും നീ അത് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അത് എപ്പോഴേ പഠിച്ചെന്നറിയോ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. വിഷ്ണു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇതാണെങ്കിൽ ഇഷ്ടം, ഒരാൾക്ക് അത് ഇഷ്ടമല്ല, ഒരാളെ ആ വശത്തേക്ക് വരില്ല. നമ്മൾ ടീച്ചറാന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അവിടെ ഇല്ല. ചെറിയ പിള്ളേരാന്ന് ആലോചിക്കണം. അപ്പോൾ ഒരുത്തിക്ക് ഗേൾ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അവൾക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരിക്കാനും ഇഷ്ടം. അപ്പം മിങ്കിൾ ചെയ്തിരുത്തുന്ന പരിപാടി ആ സ്കൂളിലില്ല. അപ്പം ഞാൻ പറഞ്ഞു മോളെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. ഇങ്ങനെ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം വീണ്ടും ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 2 അടിയായിരിക്കും തരാൻ പോണേ. അപ്പം ഞാൻ പറഞ്ഞ് മാറിയിരിക്കുക. ഇപ്പം ഇവളോട് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തോട് പറഞ്ഞു നീ അങ്ങ് മാറിയിരിക്കുന്നു പറഞ്ഞപ്പോഴല്ലേ ഇവളെന്ത് ചെയ്ത് അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച്, അതായത് എൻ്റെയാണ് ഞാൻ വിടില്ല എന്നുള്ളത്. ഞാനപ്പോൾ ആലോചിച്ച് ഓക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും, കുട്ടികളുടെ സൗഹൃദമൊക്കെ ആയിരിക്കും. ഇതല്ല, ലവ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് എങ്ങനെയും പോയാൽ മതി എന്ന് അവിടെ നിന്ന്. പുള്ളിക്ക് വേറെ നൈസ് സൈഡിൽ കൂടെ വേറെ വലിയൊക്കെ ഉണ്ട്. പക്ഷേ കാരണം നമ്മൾ എല്ലാ ദിവസവും ചെല്ലണമല്ലേ ക്ലാസ്സിൽ. അപ്പം നമുക്കറിയാലോ ഇവള് മറ്റേ അധികാര പരിപാടിയാണ്. അവനിഷ്ടല്ല. കാന്താരി എന്നല്ല പറയണ്ടേ, ഭയങ്കര ഡോമിനന്റ് ആ കുട്ടി. വിച്ച് ഇസ് ഭയങ്കര രസമാണ് പരിപാടി, ഭയങ്കര രസമാണ്.
നമുക്ക് സിനിമ വേണമെങ്കിൽ ഉണ്ടാക്കാം അവിടെ നിന്ന്. ഓരോ കുട്ടികളെയും വെച്ച് നമുക്ക് ഓരോ കഥാപാത്രം സൃഷ്ടിക്കാം, അവർ വലുതായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറയ്ക്കും. കാരണം നമ്മൾ ചെന്ന് ഹെഡ് മിസ്ട്രസിനോട് പറയുമ്പോഴത്തേക്കും അവർ പറയും അവരെങ്ങനെയാണോ അവരെ അങ്ങനെ വിട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനോട് നമ്മളിത് പറഞ്ഞാൽ അവരത് അതേ അളവിൽ എടുക്കണമെന്നില്ല. പാരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി അങ്ങനെയല്ല, അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറ്റാൻ പോണേ? നമ്മളായിട്ട് മാറ്റില്ല. അപ്പം നമ്മൾ ഈ പതിയെ ഓരോന്നിന്നും ഇങ്ങനെ ഡിറ്റാച്ചഡായി നമുക്ക് മനസ്സിലാവും എത്ര വളർന്നാലും എത്ര ചെറുതായാലും ഓരോരുത്തർക്കും അവരുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ ആ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും, ആ കുട്ടി എന്തെങ്കിലും വയ്യാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവരങ്ങ് മാറിയിരിക്കും. ചില കുട്ടികൾ ഇവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ടീച്ചറെ എനിക്ക് വയ്യ, ടീച്ചറെ എനിക്ക് അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ഇടപെടും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ രണ്ടും ക്രൂഷ്യലാണ്. നമ്മൾ ആ കുട്ടി വയ്യാണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിനെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണം. ഇതൊരു ഒരു 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 ബാലൻസിങ് ആണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്, അനാവശ്യ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. കാരണം നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് ചെയ്താലും അവർ പറയണത് നിങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. കൊച്ചു അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കും, ഇത് ടീച്ചറുടെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഞാനാണ് പ്രശ്നക്കാരി. അപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുക, പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നപ്പോഴും പിള്ളേരെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇത്രയും പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അവർക്ക് പഠനത്തിൽ നിന്നും ഒരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ ക്ലാസ്. ഞാൻ ഡാൻസ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർ ബാക്കി ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. ഞാൻ അന്നേരം ഡാൻസ് എടുക്കില്ല. ഞാൻ ആ ടീച്ചറുടെ ബുക്സ് മേടിച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ചുമ്മാ അവരുമായിട്ട് കുറേയും കൂടെ മിങ്കിളാവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ വരില്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെ പഠിപ്പിച്ച കുറേ സീരിയസ് ആയിട്ടുള്ള ടീച്ചർമാരില്ല, മറ്റേ കാറ്റ് പോലെ നമുക്കവർ പഠിപ്പിക്കും. ഇത് കൂടെ ഇങ്ങ് പോകും, മറ്റേ ചുഴലിക്കാറ്റ് പോലെ തിരിച്ച് വരത്തുമില്ല, അന്ന് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരൊന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ ലീവാണോ എന്ന് നമുക്ക് തോന്നില്ലേ. അതെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് വ്യത്യാസം കൊണ്ടാ. അപ്പം അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം. അങ്ങനെ ടീച്ചിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പല കാര്യങ്ങളും. എല്ലാവർക്കും അവരുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. ഈ എവരി വൺ പ്ലീസിങ് പരിപാടി ഉണ്ടായിരുന്നല്ലേ? അത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കതില്ല. തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നവർക്ക് വേണ്ടി ചെയ്യണം, ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം, ഇത് അപ്പന് വേണ്ടി ചെയ്യണം, ഇത് ചേച്ചിക്ക് വേണ്ടി ചെയ്യണം. എനിക്കൊന്നും ഒരു 4-5 കൊല്ലം മുന്നേ നിർത്തി ആ പരിപാടി നിർത്തി. എല്ലാം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാഴ നനയുമ്പോൾ ചീര നനയണ പോലെ അവർക്കും അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സീരിയസ്ലി, വിച്ച് ഇസ് ഗുഡ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വളരും. എന്താ എപ്പോഴും മനസ്സിലാലോചിച്ച് റിപ്പീറ്റഡ്ലി ആലോചിക്കുന്നൊരു ഒരു കോട്ട് ഉണ്ടാവില്ല? ഇപ്പം ലീവ് ലെറ്റ് ലീവ് അങ്ങനെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഒരു കോട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, നമുക്ക് എത്ര പൈസ ഉണ്ടായാലും എത്ര വെൽത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് 2 കാര്യങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. വൺ ഈസ് ലവ് ആൻഡ് വൺ ഈസ് റെസ്പെക്റ്റ്. അത് നമ്മൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പെർസ്പെക്റ്റീവ് മാറാൻ തുടങ്ങിയത് ആ മൊമെൻ്റ് തൊട്ടാണ്. ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. അത് നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അത് ഏൺ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. ഒരു ദിവസം കൂടെ 2 ദിവസം കൂടെ കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അത് വൺസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. അത് ലൈഫ് ടൈമാണ്. അതുപോലെ തന്നെയാണ് ലവും. ലവിന് പല ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് ലവ് ആണെങ്കിലും അതും നമ്മൾ ഏൺ ചെയ്തെടുക്കണ്ട. നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ? കിട്ടില്ല. പൈസ കൊടുത്ത് കിട്ടുന്ന ലവ് ഉണ്ട്. അത് ആ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോകില്ല. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും അത് ഉണ്ടെങ്കിൽ തന്നെ പകുതി നമുക്ക് സമാധാനം കിട്ടും. അപ്പോഴും നമുക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാം. എല്ലാം കറങ്ങി തിരിച്ച് അവിടെ വരുന്നത്. വിഷ്ണുവിന് അങ്ങനെ ലൈഫിൽ എനിക്കൊരു കോട്ട് തരാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു കോട്ട് പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇതൊരു കോട്ടാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയൊരു കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും വിശ്വസിക്കരുത്. അത് ഭയങ്കര ഡീപ്പ് ഹേർട്ടിങ് ആണ്. ആരും വിശ്വസിക്കരുത്. അത് റിയലി ഡീപ്പ്. ആരും വിശ്വസിക്കരുത് ഈസ് വെരി 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 പ്രാക്ടിക്കൽ ഓൾസോ.
ഭയങ്കര ഇത് ഇപ്പം ഭയങ്കര പേഴ്സണൽ സ്പേസിലാവാം, പ്രൊഫഷണൽ സ്പേസിലാവാം, പക്ഷെ ആ ഡിറ്റാച്ച്മെൻറ്റ് വേണം. ഡിറ്റാച്ച്മെൻറ്റ് വേണം. അത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് ബിസിനസ്സിലോ ആണെന്നൊക്കെ, പക്ഷെ അല്ല, ഒരാളെയും വിശ്വസിക്കുക. പക്ഷെ അതില്ലേ, എനിക്ക് ചോദിക്കാമെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കും കേട്ടോ. അത് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഈ സാധനം നമ്മൾ ചെറുപ്പത്തിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ പറയണ അല്ലേ, അങ്ങനെ വിഷ്ണു ഏത് പ്രായത്തിൽ എത്തിയിട്ട് ഒരു കാര്യമാണ് ചെറുപ്പത്തിലെ കേട്ടത് അയ്യോ ഇത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നിയത് ഒരു കാര്യം എന്താ? ഇൻഫാക്ച്വേഷൻ ആണത്. അതെങ്ങനെ അതായത് ഇപ്പൊ നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നത് അത് നിന്റെ ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ മറ്റേ 6 മണിക്ക് പോകേണ്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇതിനു വേണ്ടിയല്ല ഞാൻ സകലമോൾ ബസ് പിടിക്കുന്നത്, ഇതിനു വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. മീൻസ് ഈ ഹോർമോണിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചേഞ്ച് ഇത് മാറും. ഈ ആളുകൾ പറയും ഇത് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് മോനെ, കണ്ണകലുമ്പോൾ മനസ്സകലും എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് എടുക്കില്ല. ഐ വാസ് എ സീരിയസ് ഫിലിം ഓഫ് ഗൗതം മേനോനായിരുന്നു നമ്മുടെ ഓൾ ടൈം ലവ് ഗുരു. അപ്പൊ അത് ഉണ്ടാവൂല. ഈ അത് ഭയങ്കര കാര്യമായിരുന്നു. ഇൻഫാക്ച്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ട്, അത് ഭയങ്കര സത്യമാണ്. അത് ശരിയാ, ഭയങ്കര വിഷ്ണുവിന് ഒരു ഇന്റർവ്യൂ എടുക്കാം. There is lot of things. ഉള്ളിൽ നിന്ന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. അതെ അതെ അതെ, അടിപൊളി. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. താങ്ക് യു സോ മച്ച് വിഷ്ണു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ, പടങ്ങൾ വരട്ടെ, ആൻഡ് ഫിൽമോഗ്രഫിയുടെ അപ്പുറത്ത് അവാർഡ്സ് റെക്കഗ്നേഷൻ ആ ഒരു സെക്ഷൻ കൂടി വരണം. ആൻഡ് IMDbയിൽ ഓരോ ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, അവിടെ പോയി IMDbയിൽ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ മെറിൽ സ്ട്രീപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ആ സമാധാന സ്പേസിലേക്ക് സമാധാനം എത്തട്ടെ ഗ്രേസ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വിഷ്ണുവിൻ്റെ ഗ്രോത്തും ഞാനും കാണുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഇനിയും വലിയ വലിയ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വിഷ്ണുവിൻ്റെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.